ഷിരൂരിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇന്നും തുടരും. ഇന്നലെ പുഴയിൽ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള മണ്ണ് നീക്കം കാര്യമായി നടന്നിരുന്നില്ല. നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന കാര്യക്ഷമമായി നടത്തണമെന്നതാണ് അർജുന്റെ കുടുംബത്തിന്റെ ആവശ്യം. സിജു കണ്ണൻ ഷിരൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. സിജു, ഈ കുടുംബം ആവശ്യപ്പെടുന്ന നിലയ്ക്കുള്ള പരിശോധനയിലേക്ക് ഇനി കാര്യങ്ങൾ കടക്കാനുള്ള സാധ്യതയുണ്ടോ? ഈശ്വർ മാൽപേ ഇന്നും തെരച്ചിലിനായി വളരെ സജീവമായി ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏത് നിലയ്ക്കുള്ള ഒരു പ്രതികരണമാണ് പ്രത്യേകിച്ച് ഇന്നലത്തെ ഒരു സാഹചര്യത്തിന് ശേഷം ഈ തെരച്ചിലിന്റെ ഭാഗമാകുന്നവർ നടത്തുന്നത്? കാവ്യ, നിലവിൽ തെരച്ചിൽ തുടങ്ങി. മുങ്ങൽ വിദഗ്ധർ ഈ പുഴയിൽ ഇറങ്ങിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായുള്ള മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ പുഴയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം കാവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈശ്വർ മാൽപേ ഈ പരിശോധനയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈശ്വർ മാൽപേ ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങി പരിശോധന നടത്തും. കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപേ നടത്തിയ പരിശോധനയുടെ ഭാഗമായാണ് 2 വാഹനത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ അപകടത്തിൽപ്പെട്ട ടാങ്കർ ലോറിയുടെ ഭാഗങ്ങളാണ് കണ്ടെത്തിയത്. അതിന്റെ 2 ടയർ ഉൾപ്പെടുന്ന ഭാഗവും അതോടൊപ്പം തന്നെ ക്യാബിൻ ഭാഗവും. നേരത്തെ അപകടം കഴിഞ്ഞതിന് പിന്നാലെ അത് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അർജുന്റെ വാഹനത്തിലുണ്ടായിരുന്ന ഒരു മരത്തടിയും ഈശ്വർ മാൽപേ നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞു. ഈശ്വർ മാൽപേ ഇപ്പോൾ ഈ പുഴയിലേക്ക് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അദ്ദേഹം ഇന്നലെ പരിശോധന നടത്തിയ അതേ സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും മാൽപേ ഈ പരിശോധനയ്ക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയാണുള്ളത്. ഈ മുങ്ങൽ വിദഗ്ധർ സ്ഥലത്തിൽ പരിശോധന നടത്തിയ ശേഷം ആ ഭാഗത്ത് എന്തെങ്കിലും കണ്ടാൽ പരിശോധന കൃത്യമായി നടത്താമെന്ന ലക്ഷ്യമാണുള്ളത്. ഈശ്വർ മാൽപേ തന്നെ ഇപ്പോൾ ആ കൂടെ ചേരുന്നുണ്ട്. ഇപ്പോൾ അവിടെ വേണ്ടെന്ന് ചൊല്ലി അവർ ഒന്ന് വീഡിയോ ആക്കിയിട്ട് ആ ഡ്രഡ്ജർക്കാരിൽ നമ്മളെ ആൾക്കാർ അവരുടെ ആൾക്കാർ ഗോവ ആൾക്കാർ കൊണ്ടുവന്നില്ലേ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ അടുത്ത CP3 പോകും. CP3 പോയിട്ട് ആ സ്ഥലത്തിൽ നിന്ന് പോയിട്ട് നോക്കൂ. നമുക്കിവിടെ അനുമതി കറക്റ്റായിട്ടില്ല. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മുങ്ങാൻ ഒരു അനുമതി ഇല്ല. നിങ്ങളിപ്പോൾ ആ ഡ്രഡ്ജർക്കാർക്ക് 1 കോടി കൊണ്ടുവന്ന് സർക്കാരെ കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഈ 8 പേർക്ക് 1 രൂപ സർക്കാരിൽ നമ്മൾ കേട്ടില്ല. ഫ്രീ ആയിട്ട് വരും. ഫ്രീ ആയിട്ട് വന്ന ആൾക്കാർക്ക് അനുമതി ശരിയായിട്ടില്ല. ഇത് ഒരുപാട് വിഷമം. ഒരാൾക്ക് ഇതാക്കരുത്. ഡെയിലി ഇന്നലെ വന്ന് നിങ്ങൾ ആ വീട് നിന്നിട്ട് 10 മണിക്കൂർ വെയിറ്റ് പണിയിട്ട് പിന്നെ നമുക്ക് പെർമിഷൻ കിട്ടി. ഇപ്പോൾ ആ പെർമിഷൻ കിട്ടിയെങ്കിൽ ഞാൻ കീഴെ പോയിട്ട് ഒരാൾ 4 സിലിണ്ടർ കാലായി. ഒരാൾ എത്ര 4 സിലിണ്ടർ കാലാക്കി? മിനിമം ഒരു 2 സിലിണ്ടർ കാലാക്കി. 4 സിലിണ്ടർ കാലാക്കി 2 വണ്ടി എടുത്തിട്ട് ആ അർജുൻ്റെ വണ്ടിൻ്റെ ഒരു തടി കഷ്ണം എടുത്തിട്ട് മേലാക്കി ഇപ്പം കാലേ വന്ന് അവിടെ തിരക്കൽ പണ്ണാണ്ട് ചൊല്ലി. അതായത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ആളുകൾ മാത്രം പരിശോധിച്ചാൽ മതി എന്നാണോ പറയുന്നത്? കണ്ടിപ്പായി അവരിപ്പോൾ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ആൾക്കാർ അവരെ വീഡിയോ ആക്കും. ഞങ്ങളെ തിരച്ചിയാക്കിയതെന്ന് ആ പോയിന്റിൽ ഇപ്പോൾ അവർ വീഡിയോ ആക്കിയിട്ട് സർക്കാരെ കൊടുക്കും. ആ സർക്കാർ ഇത് എന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ആക്കുന്നുണ്ട്. ആ വീഡിയോ ആക്കിയിട്ട് സർക്കാർ നമുക്ക് പൈസ വേണ്ട. അത് അവരിപ്പോൾ തിരക്കൽ കാണുന്നു. എന്താ വേണ്ട പണിട്ട് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ അർത്ഥ പോയിട്ട് ഇപ്പോൾ ഇറങ്ങിയ സമയത്ത് അടുത്ത സൈഡ് പോകും. ഇപ്പോൾ നാളെ കാലം ഇവിടെ തിരക്കൽ പണ്ണ ഇല്ല നാട്ടിൽ പോകും. ഞങ്ങൾ കണ്ടിപ്പായി വിടും എന്ന് പറഞ്ഞ് കാലം ഞങ്ങൾ സാപ്പാട് സമയത്ത് നമ്മളെ പൈസ കൊടുത്ത് വന്നു. 500 രൂപ 8 പേർക്കായി ഹോട്ടലിൽ പൈസ കൊടുത്ത് ചായ കുടിച്ചിട്ട് ഇവിടെ വന്നു. ആരുടെ സർക്കാരിലെ പൈസ കേട്ടില്ല. നമ്മളെ പൈസ ചിലവാക്കിയിട്ട് ഇവിടെ വന്ന് തിരക്കാൻ വിടില്ല എന്നതിന് കണ്ടിപ്പായി ഇവിടെ വന്ന് നമ്മൾ വേലക്ക് നമ്മൾ ഒരു IB മട്ടും കൊടുത്തത്. പിന്നെ സാപ്പാട് രാത്രി കൊടുത്ത് ഇപ്പോൾ കാലിൽ ഞങ്ങൾ സാപ്പാടിട്ട് നമ്മളെ പൈസ കൊടുത്ത് വന്നു. ഇപ്പം നമ്മൾ ചിലവിൽ ഇവിടെ 1 ലക്ഷം രൂപ ചിലവായി. 6 കയ്യിൽ എൻ്റെ കയ്യിൽ ചിലവായത് നമ്മുടെ ടീമുക്ക്. അതിപ്പോൾ സർക്കാർ ഞങ്ങൾ പൈസ കെട്ടിട്ടില്ല. അങ്ങനെ തിരച്ചില്ല. 2 ഫണ്ട് വേറാണ്ട് ഒരു സ്കൂബ ഡ്രൈവർക്ക് 5000 രൂപ ഉണ്ട് കൊണ്ടുവരണുണ്ട്. ഒരു 5000 അവർക്ക് സർക്കാർ കൊടുക്കുക പറവില്ല. നമ്മൾ ഫ്രീ ആയിട്ട് പറയുമല്ലേ. കണ്ടിപ്പാ ഇത് എനിക്കൊരു നിങ്ങൾ മെസ്സേജ് അല്ല. നിങ്ങൾ TV കാർക്ക് എന്നു നിങ്ങൾ പണ്ണന് നമുക്ക് ക്ലീനായിട്ട് ഇന്ന് കിട്ടിയാൽ നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് തിരച്ചിൽ പണിയിട്ട് നാളെ നാട്ടിൽ പോകും. നമ്മൾ ക്ഷമിക്കുന്ന അമ്മ പിന്നെ അർജുൻ്റെ അമ്മ പിന്നെ ഇവിടെയുള്ള 2 പേരുടെ വീട്ടുകാർ എന്താ പറഞ്ഞാൽ നമുക്ക് ശരിയായിട്ട് തിരക്കണം വിടില്ലേ. സാധാരണ നിലയിൽ പുറത്തു നിന്നുള്ള ആളുകളുടെ സഹായം കൂടി തേടാറുണ്ട്. ഇത്തരം വലിയൊരു ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ സഹായം ഉപയോഗിക്കുന്നില്ല എന്നല്ലേ? കണ്ടിപ്പായി നിങ്ങൾ നോക്കി ഇത്ര 12 നാൾ ഇവിടെ ഏതേത് സ്ഥലത്തിൽ ഏതുകൊണ്ട് നമുക്കറിയൂ. ഞാൻ പറഞ്ഞു ഒത്തിരി ഇവിടെ തിരിച്ചിട്ടുണ്ട് ഈ സ്ഥലത്തിൽ. അപ്പോൾ പുതുസ് ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഏത് സ്ഥലത്ത് ഏതുണ്ടെങ്കിൽ. ഇപ്പം നിങ്ങൾ നോക്ക് വെള്ളം ഒരു വഴിയില്ല. ഈ സ്വിമ്മിംഗ് പൂള് തന്നെ ഉണ്ട്. നേരത്തെ 9.0 ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. 6.5 ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഈ സമയത്തിൽ ഇറക്കാൻ വിടല്ല നിന്നോ. നിങ്ങൾ തിരച്ചിൽ അവസാനിപ്പിച്ചു പോകണോ?
അവസാനിപ്പിച്ചു പോവാണ്. ഇപ്പോൾ പിന്നെ ഒരുപാട് യാർക്കാണ് ബേജാറുണ്ട് വെള്ളത്തിൽ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഇങ്ങനെ ആക്കിയ ഞാൻ ഇപ്പോൾ ഇന്നൊരു സൈഡിൽ ഞാൻ പോയി അവിടെ ഇതാക്കൂ ഇന്ന് ബന്ധായില്ലേ ആ സൈഡിൽ പോയിട്ട് നോക്കൂ ആ അർജുൻ്റെ ദേഹം പിന്നെ 2 പേരുടെ ദേഹം ഉണ്ടെങ്കിൽ അവിടെ നോക്കൂ ഇതേമാതിരി എനിക്കായ ഞാൻ നാളെ ഇവിടുന്ന് പോകും അവർ CP3-ലാണോ? CP3 പോകും ഞാൻ പോയി നോക്കും അവിടെ അനുമതിയുണ്ടോ? എല്ലാത്തിലും അനുമതി ഉണ്ട് ഞങ്ങൾ നീ എവിടെ വേണം ചെയ്യുന്നത് ഇപ്പം ഇവിടെ വന്ന ഒരു നീ ചെയ്യേണ്ട അവർക്ക് ഒരു ഗ്രൂപ്പായിട്ട് അവർ ഗ്രൂപ്പ് ഉണ്ട് ആ സർക്കാർക്ക് ഞങ്ങളെ അവരുടെ ആൾക്കാരാക്കി നമ്മൾ വേറെ വിട്ടാക്ക് ഞങ്ങൾ വെളിയുള്ള ആൾക്കാർ നമുക്ക് വേണ്ട സർക്കാർക്ക് ഞങ്ങളെ ആക്കിയതെന്ത് വീഡിയോ ആക്കി ഇപ്പം സർക്കാർക്ക് കൊടുക്കും അത് അവർ നമ്മളെ ആൾക്കാർ നമ്മളെവിടെ നമ്മളെ ടീമാക്കി നമ്മളെ ആക്കിയെന്ന് നിങ്ങൾ 2 വണ്ടി എടുത്തില്ല അത് നാക്കട്ടെ പരവല്ല അവരെ എടുത്തത് ഇപ്പം ഞാൻ നിങ്ങൾ 2 വണ്ടി എടുത്തില്ല അത് ഡ്രഡ്ജർ കര എടുക്കട്ടെന്ന് വീഡിയോ ആക്കിയിട്ട് അനുഭവിച്ചിருக்கு പരവില്ല അത് മേലെ അവർ ഭഗവാൻ നോക്കൂ ആരെടുത്തുനിന്ന് അവർ പ്രചരിപ്പിച്ചു എന്നാ വീഡിയോ ആക്കാനുണ്ട് അവർ ഇപ്പോൾ അടിയിൽ പോയിട്ട് വീഡിയോ ആക്കിയിട്ട് കൊടുക്കട്ടെ സർക്കാർക്ക് അങ്ങനെയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. ഒരു ഇത് ഡ്രഡ്ജർ പറഞ്ഞാൽ 1 കോടി രൂപ ഉണ്ട് അതൊക്കെ അവർക്ക് മുതലാവും നമ്മളിപ്പോൾ ഒരു 8 പേര് ഇവിടെ വന്നിട്ട് 1 രൂപ ആരും കൊടുത്തില്ല സർക്കാരിൽ കേട്ടില്ല ആറിൻ്റെ 1 രൂപ കൊടുത്താൽ അവർ മുന്നേ വേണ്ടിട്ട് சொல்லട്ടെ നമുക്ക് ഒരുപാട് വിഷമം ഇന്ന സൈഡ് വന്നിട്ട് നമ്മൾ കാലെ വന്ന് ഇറക്കണം പറഞ്ഞു ഈശ്വർ മാൽപ്പയുടെ വാക്കുകളാണ് കേട്ടത്. കാവ്യ, സിജു, അതീവ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കർണാടക സർക്കാരിനെതിരെ ഈശ്വർ മാൽപ്പെ ഉന്നയിക്കുന്നതെന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഇത്ര ദിവസം അവിടെ പരിശോധനയുടെ ഭാഗമായി നിന്ന ഈശ്വർ മാൽപ്പയ്ക്കും സംഘത്തിനും അത്രത്തോളം ആ പ്രദേശം പരിചിതമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പുതുതായി എത്തിയ ആളുകളുടെ പരിശോധനയ്ക്കാണ് അവിടെ പ്രാധാന്യം നൽകുന്നത്. അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള പരിചയസമ്പന്നരെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാത്ത ഒരു പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അർജുന്റെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് താൻ ഈ ദൗത്യത്തിന്റെ ഭാഗമാകുന്ന എന്ന വാക്കുകൾ വരെ ഈശ്വർ മാൽപ്പെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. കവ്യ, രൂക്ഷമായ ഒരു വിമർശനമാണ് ഈശ്വർ മാൽപ്പയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നമ്മൾ ഈ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി ആദ്യം മുതൽ കണ്ടതാണ് ഈശ്വർ മാൽപ്പെ സ്വയം സന്നദ്ധനായി ഇവിടെ വന്ന് ഈ പുഴയിലിറങ്ങി പരിശോധന നടത്തുന്നത്. മാൽപ്പയെ സംബന്ധിച്ച് ഈ പുഴ വളരെ പരിചിതമാണ്. പലതവണ ഈ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിയ ഒരാളാണ്. ആ രീതിയിലാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടം മുതലുള്ള തെരച്ചിലിന്റെ ഭാഗമായത്. മാൽപ്പെ തന്നെ സൂചിപ്പിച്ചതുപോലെ 9 നോട്ട്സ് ഒഴുക്കിന്റെ തോതുണ്ടാകുമ്പോൾ പോലും ജീവഭയം പോലും ഇല്ലാതെ അദ്ദേഹം പുഴയിലിറങ്ങി പരിശോധന നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ 6 നോട്ട്സ് ഉണ്ടായിരുന്ന സമയത്തും ഈ പുഴയിലിറങ്ങി പരിശോധന നടത്തിയതാണ്. ഇപ്പോൾ നല്ല സാഹചര്യം വന്നപ്പോൾ പരിശോധിക്കാൻ അനുമതി നൽകുന്നില്ല എന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞിരിക്കുന്നത്. ഈശ്വർ മാൽപ്പെ ഇപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഈ CP4 എന്ന് പറയുന്ന പോയിന്റിൽ, നാവികസേന അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഡ്രഡ്ജിംഗ് കമ്പനിയുടെ മുങ്ങൽ വിദഗ്ധരാണ് പരിശോധന നടത്തുന്നത്. ഈ ഭാഗത്ത് പരിശോധന നടത്താൻ വേണ്ടി ഈശ്വർ മാൽപ്പെ ഇറങ്ങേണ്ടതില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഇവർ പുഴക്കടിയിലേക്ക് പോയി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് അധികൃതർക്ക് നൽകും, നിങ്ങൾ നൽകേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. 1 കോടി രൂപ മുടക്കിയാണ് ഈ ഡ്രഡ്ജിങ്ങിനുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയത്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ദിവസം പരിശോധന നടത്തുന്ന ഞങ്ങൾക്ക് ഭക്ഷണത്തിനുള്ള പൈസ പോലും സർക്കാർ തന്നിട്ടില്ല. അതിൽ പ്രശ്നമില്ല, പക്ഷേ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുമതി നൽകിയാൽ മതി എന്നാണ് ഈശ്വർ മാൽപ്പെ പറയുന്നത്. എന്നാൽ ആ അനുമതിയും നിലവിൽ നൽകുന്നില്ല. അതാണ് പ്രശ്നം. അർജുന്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ മറ്റ് 2 പേരുടെ കുടുംബത്തിനും നൽകിയ ഒരു വാക്കുണ്ട്. ഇവരെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനം വരെ കൂടെ നിൽക്കുമെന്നായിരുന്നു ആ വാക്ക്. പക്ഷേ അത് പാലിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ഇപ്പോൾ അനുമതി നൽകാത്തതിനെ തുടർന്ന് ഈശ്വർ മാൽപ്പെ ഇവിടെ നിന്ന് പുഴയിൽ നിന്ന് കരയിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ തൊട്ടു താഴെയുള്ള CP3 എന്ന ആ പോയിന്റിൽ പോയി പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ഈശ്വർ മാൽപ്പെ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് കാണാം ഈ ഡ്രഡ്ജിംഗ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് കാര്യമായ മണ്ണ് നീക്കം കഴിഞ്ഞ ദിവസം നടന്നിരുന്നില്ല. ഒരു തവണ മാത്രമാണ് ബാർജിലേക്ക് മണ്ണ് മാറ്റിയത്. പിന്നീട് അത് പുറത്തേക്ക് കൊണ്ടുപോയി കൃത്യമായി അതിൽ നിന്ന് കളയാനും സാധിച്ചില്ല. വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യമായിരുന്നു. ഇന്നലെ ഈ ഡ്രഡ്ജിംഗ് സംവിധാനം കൊണ്ട് ഉണ്ടായിരുന്ന ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ 2 വാഹനത്തിന്റെ ഭാഗങ്ങൾ പുറത്തെത്തിക്കാൻ സഹായിച്ചു എന്നുള്ളത് മാത്രമാണ്. മറ്റ് മണ്ണ് നീക്കമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ജിതിൻ സഹോദരി ഭർത്താവ്, അർജുന്റെ സഹോദരി ഭർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആദ്യഘട്ടത്തിൽ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിയിട്ടും നടക്കാത്തത് കൊണ്ടാണ് ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന വേണമെന്ന ഒരു ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന കാര്യക്ഷമമായി നടന്നില്ല എന്ന വിമർശനം ഇന്നലെ തന്നെ അർജുന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. നാവികസേന സോണാർ പരിശോധനയിലൂടെ കണ്ടെത്തി അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന കൃത്യമായി നടത്തിയില്ല. അവിടെ കൃത്യമായി പരിശോധന നടത്തണമെന്നാണ് ഈ അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ഇപ്പോൾ ഡ്രഡ്ജിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈ പോയിന്റിലേക്ക് പോയാൽ
ഏതാണ്ട് 50-60 മീറ്റർ ദൂരമാണ് നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്തേക്കുള്ളത്. ആ സ്ഥലത്തേക്ക് ഇപ്പോഴും പരിശോധന എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസവും 25-30 മീറ്റർ താഴെയാണ് ചെറിയ തോതിൽ മണ്ണ് നീക്കം നടന്നത്. എന്നാൽ നാവികസേന അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധന ഇപ്പോഴും നടന്നിട്ടില്ല. പക്ഷേ ആ ഭാഗത്ത് ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായുള്ള മുങ്ങൽ വിദഗ്ധർ ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.